ഇതിനകത്ത് പലതരം ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, നാനോ മൈക്രോ മാക്രോ ക്രിയേറ്റേഴ്സ്. അപ്പോൾ എല്ലാത്തിന്റെയും ഒരു ബാലൻസ് നമുക്ക് വെക്കാം. ഓക്കെ. അപ്പൊ നമ്മളെ നാനോ ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 10K to 50K ഉള്ളിലാന്ന് വിചാരിക്കാം. 50K ഉള്ളിലുള്ള ക്രിയേറ്റേഴ്സ് നമ്മൾ എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു ഫ്രണ്ട്സ് ഫാമിലി നെറ്റ്വർക്ക് ആയിരിക്കും. 10K 20K ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫ്രണ്ട്സ് ഫാമിലി നെറ്റ്വർക്ക് ആയിരിക്കും കൂടുതൽ. ഫ്രണ്ട്സ്, ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്സ്, മ്യൂച്വൽ ഫോളോവേഴ്സ് കൂടുതലുണ്ടാവും ആ ഒരു ഗ്രൂപ്പിൽ. സോ അത് നമുക്ക് റീജിയണൽ ക്യാമ്പയിൻസിന് നല്ല യൂസ്ഫുൾ ആണ്. റീജിയണൽ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു ഡു ഈ മറ്റേ നാനോ ഇൻഫ്ലുവൻസേഴ്സ്. മൈക്രോ എന്ന് പറയുമ്പോൾ ഒരു റീജിയൻ, അതായത് സൗത്ത് കേരള സ്റ്റേറ്റിൽ തന്നെ ഒരു നോർത്ത് റീജിയൻ, അങ്ങനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഡു മൈക്രോ. അപ്പോൾ കേരളം നാഷണൽ ഫുള്ള് ഫോക്കസ് ചെയ്യണമെങ്കിൽ മാക്രോ ക്രിയേറ്റേഴ്സിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം ഫോക്കസ് ചെയ്ത് ഒരു ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ എല്ലാ ക്രിയേറ്റേഴ്സിനും നമുക്ക് ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ഏജൻസിയിലാണെങ്കിലും ആ രീതിക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ. സോ അത് സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രാൻഡ് POC ആയിട്ടുള്ള മീറ്റിംഗ്സ് ആണ്. ക്രിയേറ്റേഴ്സിന്റെ ലിസ്റ്റ് നിങ്ങൾ കൊടുക്കും.